ഹലോ ഗായ്സ് മീയോ വേട്ടക്കാരനൊക്കെ ഇത്ര ദിവസം നമ്മൾ ആലഗേറ്ററും മറ്റു സാധനങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമ്മുടെ ടൈഗർ ഷോർണസിന്റെ വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. എൻ്റെ ഫാസ്റ്റ് ആണ് 1.3 സെക്കൻഡ് എടുത്തോളൂ. അത്രയ്ക്ക് ബ്ലിങ്ക് ഓഫ് സെക്കൻഡിലാണ് അടിച്ചത്. അപ്പോൾ നിങ്ങൾ പിടിക്കാൻ നേരത്തെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ സൈഡിലത്തെ മുള്ള് നമ്മുടെ മഞ്ഞക്കുരിയുടെ മുള്ള് പോലത്തെ കറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവന് ഈ ലൈഫ് വീഡിയോ മാത്രമേ എടുക്കുള്ളൂ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഹലോ ഗായ്സ് മീയോ വേട്ടക്കാരൻ അഗെയിൻ വിത്ത് അനദർ അടിപൊളി വീഡിയോ. അപ്പോൾ ഗായ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ടൈഗർ ഷവർണസിൻ്റെ വീഡിയോ കൊണ്ടാണ്. അപ്പോൾ ഇത്ര ദിവസം നമ്മൾ ആലഗേറ്ററും മറ്റു സാധനങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് നമ്മുടെ ടൈഗർ ഷവർണസിൻ്റെ വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പിന്നെ കുറേയധികം വീഡിയോസ് നമ്മുടെ ഇതിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. കുറേ മോൺസ്റ്റർ ഫിഷിനെ ഫീഡ് ചെയ്യുന്ന വീഡിയോസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ടൈഗർ ഷവർണസിന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിനകത്തോട്ട് തന്നെ കിടക്കാം. നിങ്ങൾ അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അധികം പറഞ്ഞ് ബുദ്ധിമുട്ടിയാതെ നേരെ വീഡിയോയിലോട്ട് എടുക്കാം. ലെറ്റ്സ് ഗോ. എൻ്റെ അമ്മോ, എന്നെ ഫാസ്റ്റ് സ്ട്രൈക്ക് അത് ആ മീൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അത് ചത്തുന്നത്. എന്തായാലും നമുക്കൊരു സ്ലോമോ അടിച്ചു തരാം കേട്ടോ. ഞാൻ സ്ലോമോ കാണിച്ചു തരാം. ഗായ്സ് സ്ട്രൈക്കിൻ്റെ ഫാസ്റ്റാണ് 1.3 സെക്കൻഡ് എടുത്തോളൂ. അത്രയ്ക്ക് ബ്ലിങ്ക് ഓഫ് സെക്കൻഡിലാണ് അടിച്ചത്. എൻ്റെ പൊന്നോ, ഇത് വേറെ ലെവൽ സാധനം തന്നെയാണ്, ഒരു രക്ഷയില്ല. പുള്ളി അനങ്ങാണ്ടിരുന്ന ഒരു ആംബുഷ് പ്രഡിറ്ററിൻ്റെ അതേ ബിഹേവിയറാണ്. ആംബുഷ് പ്രഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവിടെ അനങ്ങാതെ നിന്ന് ആ ഒരു ടൈം വരെ നിന്നിട്ട് അത് വരുന്ന സമയത്ത് സ്ട്രൈക്ക് ചെയ്യുന്ന സാധനങ്ങൾക്കാണ് ആംബുഷ് പ്രഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ കറക്റ്റ് ബിഹേവിയർ, പ്രൊഡിക്റ്റോറിയൽ ബിഹേവിയർ ഈ സാധനം കറക്റ്റായിട്ട് പക്കയായിട്ട് ഇലിസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. മരണ സ്പീഡ് എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല. 1.3 സെക്കൻഡ്സ് അടിക്കാൻ സമയം എടുത്തുള്ളൂ. നമ്മുടെ പിറ്റ് വൈപ്പറൊക്കെ ഇരുന്ന് പതിയിരുന്ന് നമ്മൾ ആനിമൽ പ്ലാനറ്റിലൊക്കെ കാണൂലേ, എലീനെ അടിക്കുന്നത്, റോഡൻസിനെ അടിക്കുന്നതൊക്കെ അതേപോലത്തെ അടിയാണ് അടിച്ചത്. ആ മീൻ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല അത് അതിൻ്റെ വയറ്റിൽ ചെന്നത്. അത്രയ്ക്ക് ഫാസ്റ്റ് സ്ട്രൈക്കായിരുന്നു. 1.3 സെക്കൻഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ അതോടെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. 1.3 സെക്കൻഡ്സിനുള്ളിൽ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സ്പീഡ്. ഞാൻ ഇതുവരെ പീക്കോ പാസിന് ഫീഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവൻ വേറെ ലെവലിൽ തന്നെ കേട്ടോ. ഇവനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മീനാണ് കൂട്ടത്തിൽ. മാസ് എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. എന്നെ ഫാസ്റ്റാന്ന് നോക്കിയേ. പിന്നെ എനിക്ക് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കളറേഷൻ ആൻഡ് പാറ്റേണാണ്. ഫുഡ് കൊടുക്കുന്നതിനനുസരിച്ച് നല്ല രീതിയിൽ കളറേഷൻ കയറി വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീനിൻ്റെ കേസിൽ. പിന്നെ ഇതിനെ വളർത്തുമ്പോൾ നിങ്ങൾ പിടിക്കാൻ നേരത്തെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ സൈഡിലത്തെ മുള്ള് നമ്മുടെ മഞ്ഞക്കുരിയുടെ മുള്ള് പോലത്തെ, കാരിയുടെയും കടുവിൻ്റെയൊക്കെ, കടു എന്നൊക്കെ പറയും, അതിൻ്റെയൊക്കെ മുള്ള് പോലെ നല്ല ഷാർപ്പ് മുള്ളാണ്. അതേപോലെ തന്നെ നല്ല പെയിനുള്ള മുള്ളും കൂടെയാണ്. കൊണ്ടു കഴിഞ്ഞാൽ മേളിലും രണ്ട് സൈഡിലത്തെ നെക്കിൻ്റെ അവിടെയുള്ളതായിട്ടുള്ള മുള്ളാണ് ശ്രദ്ധിക്കേണ്ടത്. കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സ് ഇറങ്ങാനുള്ള അരങ്ങോടെയുണ്ട്. കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വേന എടുക്കും കേട്ടോ. ശ്രദ്ധിച്ച് വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. പക്ഷേ ബാക്കിയെല്ലാം കൊണ്ട് ഈ മീൻ അടിപൊളി മീനാണ്. പിന്നെ വളർത്താൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവന് ഈ ലൈഫ് ഫീഡ് മാത്രമേ എടുക്കുകയുള്ളൂ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവന്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു ടാങ്ക് അറേഞ്ച് ചെയ്യണം. അതൊക്കെയാണ് ഇതിനുള്ളൊരു പരിപാടി. നമുക്ക് ഓരോന്നോട് ഇട്ട് കൊടുത്ത് നോക്കാമേ. ഇപ്പോൾ അടിക്കുമായിരിക്കും. കുറച്ച് നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്തായാലും കുറേ നേരമായി. ചിലപ്പോൾ ഒരെണ്ണം കഴിച്ചുകൊണ്ടായിരിക്കും. അപ്പം നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി, ഒരു രക്ഷയില്ല. സാധനത്തിന് എന്താണെന്നറിയില്ല, ഒരു തവണ കഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ അവൻ എടുക്കുന്നില്ല, അങ്ങോട്ട് പോകുന്നേ ഇല്ല. അപ്പം നമ്മളെ നാണം കെടുത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്താൽ ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നേ ഇല്ല. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വേറെ നേരത്തെ പിടിച്ചൊരു വീഡിയോ ക്ലിപ്പുണ്ട്, അതിനകത്ത് ആഡ് ചെയ്ത് തരാം. അത് നിങ്ങളൊന്ന് കണ്ടു. അപ്പം ഈ വീഡിയോയിൽ ഇത് ഇച്ചിരി ഓൾഡ് വീഡിയോ ആണ്. ഇത് ഞാൻ ഒരിക്കലും ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുത്തതല്ല, അത് ഞാനൊരു ടെസ്റ്റിന് വേണ്ടി കൊണ്ടുവന്നിട്ടാണ്. പിന്നെ ഇവന് ഈ അക്വറിയത്തിലോട്ട് മാറ്റിയിട്ടതിൻ്റെ കാരണം ഇവന് ഫംഗസ് അടിച്ചായിരുന്നു. അപ്പോൾ ക്വാറൻറ്റൈന് വേണ്ടി മാറ്റി വിട്ടപ്പോഴാണ് ശരിക്കും ഇവൻ്റെ ഈ സ്ട്രൈക്കിംഗ് ഒക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത്. ഇത് ഞാനിപ്പോൾ തന്നെ ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മുടെ ടിക്ടോക്കിൻ്റെയൊക്കെ റീൽസൊക്കെ ചെയ്യുന്ന റേഷ്യോയിലാണ്. ഞാനിതിപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഫിഗറാക്കി തരാം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ സാധനത്തിൽ നമ്മൾ ഗോൾഡ് വിഷൻ ഉണ്ട് ഇട്ട് കൊടുത്തേ. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടോളൂ.
അപ്പോൾ എങ്ങനെയുണ്ട് അഭിപ്രായം? ഇത്രയും ഹൈ സ്പീഡാണ് ഈ സാധനം. ഇതിന് നല്ലൊരു സ്ലോ മോഷൻ ക്യാമറയൊക്കെ വെച്ച് പിടിച്ചാലാണ് ഇതിൻ്റെ ആക്ഷൻ നമുക്ക് പക്കയായിട്ട് കിട്ടുള്ളൂ. ഞാനിതിപ്പോൾ എൻ്റെ ഓപ്പോ F19s ഞാൻ ഈ ഓപ്പോ ഫോണിലാണ് ഞാൻ ഈ വീഡിയോസ് മൊത്തം എടുക്കുന്നത്. പിന്നെ അതിൻ്റേതായും വെള്ളത്തിൻ്റെ ലൈറ്റിങ്ങിൻ്റെയൊക്കെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഈ ക്ലാരിറ്റിയുടെ ഒരു കുറവ് വന്നേക്കണത്. നമ്മൾ നല്ലൊരു ഗോപ്രോയോ ഒരു ഐഫോണിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പക്കയായിട്ട് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നെറ്റിയിലെ മുറിവുകൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഫംഗസ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ ക്വാറൻറ്റൈൻ ടാങ്കിലിട്ട് മാറ്റി അക്കൗണ്ടത്തിലിട്ട് മാറ്റിയിട്ടത് ഇതിനെ പ്രത്യേകം ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്യാമറയുടെ ആ ഒരു ചെറിയ പ്രശ്നമുള്ളൂ. പക്ഷേ എന്നാലും മാക്സിമം നല്ല ക്ലാരിറ്റി എൻ്റെ ഈ ഫോൺ എനിക്ക് തരുന്നുണ്ട്. ഞങ്ങൾ പറയുകയാണെങ്കിൽ വ്ളോഗ് ചെയ്യാൻ കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. ഞാൻ റെഡ്മിയാണ് ഉദ്ദേശിച്ചെടുത്തത് ചെന്നത്. പക്ഷേ റെഡ്മി കിട്ടിയില്ല, ഒപ്പോ ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ നല്ല ഫോണാണ് കേട്ടോ. ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും അധികമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് വേറെ കാർഡ് കയറിപ്പോയി. ഫോൺ ആൻഡ്രോയിഡ് സംഭവങ്ങളിലായിട്ടൊക്കെ പോയി. അപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ടൈഗർ ഷവർണോസിൻ്റെ കാര്യമാണ്. അപ്പോൾ 2 സ്ട്രൈക്ക് നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി സ്ട്രൈക്കാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ഡൗൺ ബിലോ. എനിക്കത് വേണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ വേറെ മീനുകളുടെ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ഉടനെ കമൻറ്റ്സ്. നിങ്ങൾ ചെയ്യാത്തൊരു പരിപാടിയാണ്, മോശം പരിപാടിയാണ്, കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള റെസ്പോൺസും തരുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം പുതിയ വീഡിയോസിനുള്ള ഐഡിയാസൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റേതായ വീഡിയോസിലുള്ള കുറേയൊക്കെ ഞാൻ ചെയ്തിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഐഡിയാസും കൂടെ പറഞ്ഞു തരിക. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അധികമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ള സംഭവം. ഷെവൽനോസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് യുവർ വേട്ടക്കാരൻ സൈനിങ് ഓഫ്. ബൈ.